ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഭൈരവി ആണെങ്കിൽ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്നത് പോലെ ഹരി അത്ര നല്ലവനൊന്നുമല്ല. അവന് സിന്ധുവിനോട് പ്രണയം ഉണ്ടായിരുന്നെങ്കിലും ആരും അറിയാതെ അവളെ താലി കെട്ടിയെങ്കിലും അവന് സ്നേഹയുടെ സ്വത്തിലും പണത്തിലും തന്നെയാണ് കണ്ണുള്ളത്. അവളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. സ്നേഹയുടെ പണവും അന്തസ്സും തന്നെയാണ് അവന് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിന്ധുവിനെ ഒഴിവാക്കിയിട്ട് സ്നേഹയുടെ കൂടെ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ടപ്പോ അവളുടെ അച്ഛനും ആകെ ഒരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഹരി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ ഡോക്ടറെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സിന്ധുവിന് ആകെ വിഷമാവാണ്. അവൾ പറയുന്നുണ്ട്, ഭൈരവി, ഡോക്ടറെ കുറിച്ച് ഇങ്ങനെ തെറ്റായിട്ട് സംസാരിക്കല്ലേ. ഡോക്ടർ അങ്ങനെ ഒരാളല്ല. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അദ്ദേഹം വളരെ നല്ലവനാണ്. ഒരു ദിവസം അദ്ദേഹം എന്നെ മനസ്സിലാക്കി എന്നെ സ്വീകരിക്കും. അത് കേട്ടപ്പോൾ അവളുടെ അച്ഛനും സങ്കടത്തോടെ അവളെ നോക്കുവാണ്. അപ്പോ സിന്ധു പറയുന്നുണ്ട്, അച്ഛാ, ഭൈരവി പറഞ്ഞു എന്ന് കരുതി അതിനെപ്പറ്റി ആലോചിച്ച് അച്ഛൻ വിഷമിക്കേണ്ട. ഇവിടെ ദമയന്തി അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ദമയന്തി അമ്മയുടെ വാക്കിനെ മറികടന്ന് ഇവിടെ ആരും ഒന്നും പെരുമാറില്ല. അങ്ങനെയൊക്കെ സിന്ധു പറയുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛനും അമ്മയ്ക്കും ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു അവളുടെ കാര്യം ആലോചിച്ചിട്ട്. അതേസമയം ദമയന്തി ആണെങ്കിൽ കെയനോട് ചോദിക്കുകയാണ്, കെയ, നീ ഹരിക്കുട്ടനെ കോൾ ചെയ്തോ? അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോ? അമ്മ, ഹരി ഹോസ്പിറ്റലിൽ ബിസിയാണെന്നാ തോന്നുന്നത്. അവന്റെ ഫോൺ മുഴുവനായിട്ട് റിങ് ചെയ്തെങ്കിലും അവൻ എടുത്തില്ല. അത് കേട്ടതും ദമയന്തിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അയ്യോ, മുഹൂർത്തത്തിന്റെ സമയം വരെ ആവാറായല്ലോ. എങ്ങനെയാ ഇനിയിപ്പോ ഹരിക്കുട്ടനെ ഒന്ന് അറിയിക്കുക? അവൻ തിരക്കിനിടെ മറന്നു പോവോന്നറിയില്ല. നീ വീണ്ടും ഒന്നുകൂടെ അവനെ വിളിച്ചു നോക്ക്, എന്നിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറ. ശരി അമ്മ. കെയൻ ഒന്നുകൂടെ വിളിച്ചു നോക്കുകയാണ്. ആ സമയത്തും സ്നേഹയുടെ കയ്യിൽ തന്നെയാണ് ഫോണുള്ളത്. അവൾ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങൾ എത്ര തവണ വിളിച്ചിട്ടും വിളിച്ചാലും ഇന്ന് നിങ്ങൾക്ക് ആർക്കും ഹരിയോട് സംസാരിക്കാനാവില്ല. എന്താ കെയ, ഇനിയും ഹരിമോൻ ഫോൺ എടുത്തില്ലേ? അതെ അമ്മ, എനിക്ക് തോന്നുന്നത് അവൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നതാണ്. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സമയത്ത് അവൻ കോൾ എടുക്കാറില്ല. മിസ് കോൾ കണ്ടു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചോളും. അപ്പോ പേടിയോടെ ദമയന്തി ചോദിക്കുന്നുണ്ട്, മുഹൂർത്തത്തിന്റെ സമയം കഴിയും മുമ്പ് അവൻ വരുമായിരിക്കും അല്ലേടാ? അവൻ വരും അമ്മ. അമ്മ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. പക്ഷേ കേനും മഹിയോ അതൊക്കെ പറഞ്ഞു പോയെങ്കിലും ദമയന്തിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദി തോന്നുന്നുണ്ടായിരുന്നു. അത് നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ ചേർന്നിട്ട്. ആ സമയത്ത് ഗായത്രി ആണെങ്കിൽ സിന്ധുവിന്റെയും ഭൈരവിയുടെ അച്ഛനും അമ്മയ്ക്കും ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുകൊടുക്കുന്നതിനിടയിൽ തന്നെ സിന്ധു ആണെങ്കിൽ അടുക്കളയിലേക്ക് വേഗം പോവാണ്. അപ്പോൾ അവിടെ വന്ന സ്ത്രീകളിൽ ഒരാൾ ദമയന്തിയോട് പറയുന്നുണ്ട്, ദമയന്തി, മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് താലി പിരിച്ച് കോർക്കണം. എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. അപ്പൊ അവര് വേദനയോട് വിഷമത്തോടെ പറയാണ്, ഹരിക്കുട്ടൻ ഇനിയും വന്നിട്ടില്ല. അവൻ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. മുഹൂർത്തത്തിന്റെ സമയം കഴിയും മുമ്പ് പെട്ടെന്ന് തന്നെ ഹരിക്കുട്ടനോട് വരാൻ പറ. അവരും പറയാണ്, മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ദിവസം കാണേണ്ടി വരും. ഇല്ലില്ല, ഇന്ന് നിറഞ്ഞ പൗർണമി ദിവസമാണ്. ഇന്ന് നല്ലൊരു നാളാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് താലി പിരിച്ച് കോർക്കാം. ദമയന്തി അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ അതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ. കാരണം ഇന്ന് എന്തായാലും ഹരി വരില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ സമയത്ത് ദമയന്തി ആണെങ്കിൽ ഗായത്രിയോട് പറയുന്നുണ്ട്, പോയിട്ട് എൻ്റെ ഫോൺ എടുത്തോണ്ട് വാ. ആ സമയത്തൊക്കെ അവരുടെ ഉള്ളിൽ ഒരു ആദി ഉണ്ടായിരുന്നു. ഹരി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യവും തട്ടിക്കളയില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അവൻ ഫോൺ വരെ എടുക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഗായത്രി ഫോണുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫോണുമായിട്ട് പുറത്തേക്ക് പോവാണ്. ദമയന്തി ഫോൺ എടുത്തിട്ട് ഹരിയെ വിളിക്കുന്ന സമയത്ത് സ്നേഹയുടെ കയ്യിലാ ഫോണുള്ളത്. അവള് ഫോൺ എടുത്തിട്ട് വിചാരിക്കുകയാണ്, ആഹാ, കെഎം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങളാണോ വിളിക്കുക? അവൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യാണ്. അവൾക്ക് ദമയന്തിയോട് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് മഹാലക്ഷ്മി. അവരുടെ മനസ്സിൽ ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ദമയന്തിയാണെങ്കിൽ ആകെ ടെൻഷനോടെയാണ് ചിന്തിക്കുന്നത്, ഹരിക്കുട്ടൻ എന്തായിരിക്കും എൻ്റെ ഫോൺ കട്ട് ചെയ്തത്? ഒരിക്കലും ഞാൻ വിളിച്ച അവൻ ഫോൺ കട്ട് ചെയ്യാറില്ലല്ലോ. ഇപ്പോ എന്തായിരിക്കും അവൻ എൻ്റെ കോള് കട്ട് ചെയ്യുന്നത്? അവർക്കാകെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ മുഖത്തത് കാണാനുണ്ട്. ആ സമയത്താണെങ്കിൽ സിന്ധുവും ഭൈരവിയും അവരുടെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് അവരെ നോക്കുവാണ്. മാത്രമല്ല വീണ്ടും ഒന്നുകൂടെ ദമയന്തി വിളിച്ചു നോക്കുന്ന സമയത്ത് സ്നേഹയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഫോൺ ഓഫ് അല്ലെങ്കിൽ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഫോൺ ഓഫാക്കുന്നത് നല്ലത്. എന്നിട്ട് അവൾ ഡയറക്റ്റ് ഫോൺ ഓഫ് ചെയ്യാണ്. സിന്ധു ദമയന്തിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഗായത്രി എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഫോൺ കട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കെയനും മഹിയും പുറത്തുനിന്ന് വരുന്നുണ്ട്. എന്താ ഏട്ടത്തി, എന്താ സംഭവിച്ചത്? എന്താണെന്നറിയില്ല, ഹരിക്കുട്ടനെ വിളിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ സിന്ധുവിനാകെ ടെൻഷൻ ആവുകയാണ്. അവനൊരിക്കലും ദമയന്തി അമ്മയുടെ ഫോൺ കട്ട് ചെയ്യില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല അവരാകെ ടെൻഷനോടെയാണ് നിൽക്കുന്നത്. അപ്പൊ മഹി പറയുന്നുണ്ട്, ഹരിക്കുട്ടൻ ഒരിക്കലും ഏട്ടത്തിയുടെ ഫോൺ കട്ട് ചെയ്യാറില്ലല്ലോ. ഒരുപക്ഷെ അവൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. തിരിച്ചു കണ്ടു കഴിഞ്ഞാൽ വിളിക്കുമായിരിക്കും. ശരിയാ, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്തിട്ട് ഹരി ഓപ്പറേഷൻ തിയേറ്ററിലാണോ എന്ന് ചോദിക്ക്. ശരി, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ കോൾ ചെയ്യാണ്. ഇതൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് മഹാലക്ഷ്മിയും ടീമും.
കാർത്തികേയൻ ഹോസ്പിറ്റലിലെ ലാൻഡ് നമ്പറിൽ വിളിക്കുന്ന സമയത്ത് അവിടെ നോക്കിക്കൊണ്ട് സ്നേഹ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ റിസപ്ഷനിസ്റ്റിനെ നോക്കിയിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ കാർത്തികേയൻ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ ഹരിയുടെ ചേട്ടനാണ് കാർത്തികേയൻ എന്നൊക്കെ. അപ്പോൾ കാർത്തികേയൻ ഫോൺ കൊടുക്കാൻ വേണ്ടി ഹരിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അവർ പറയാണ് അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലാണുള്ളത്. ശരി, ഓപ്പറേഷൻ കഴിയാൻ എത്ര സമയം എടുക്കും ചോദിക്കുമ്പോൾ 2 മണിക്കൂറെങ്കിലും ആവുന്നൊക്കെ സ്നേഹ പറഞ്ഞത് പ്രകാരം റിസപ്ഷനിസ്റ്റ് പറയാണ്. അത് കേട്ടതും കാർത്തികേയൻ ആകെ ഞെട്ടുകയാണ്. 2 മണിക്കൂറാവുമോ? അത് കേട്ട സമയത്ത് ദമയന്തിക്കും സിന്ധുവിനും ഒക്കെ ആകെ ടെൻഷൻ ആവുകയാണ്. ശരി, ഹരി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കോൾ ചെയ്തതായിട്ട് പറയും. ശരി സർ എന്ന് പറഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് കോൾ കട്ട് ചെയ്യാണ്. കോള് കട്ടായതിനു ശേഷം സ്നേഹ റിസപ്ഷനിസ്റ്റിനോട് പറയുന്നുണ്ട്, ഇനി ആര് ഹരി അന്വേഷിച്ച് വിളിച്ചാലും ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. കോള് കട്ടായപ്പോൾ കാർത്തികേയനോട് ദമയന്തി ചോദിക്കണം, എന്താ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഹരി ഉള്ളത്, 2 മണിക്കൂറെങ്കിലും കഴിയും അവന്റെ ഓപ്പറേഷൻ കഴിയാൻ എന്നാണ് അവർ പറയുന്നത്. അത് കേട്ടപ്പോൾ അവർക്ക് ആകെ വെപ്രാളാവുകയാണ്. അയ്യോ, ഇതെന്താ പറയുന്നത്? അപ്പോഴേക്കും 2 മണിക്കൂർ കൊണ്ട് മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു പോവല്ലോ. ദമയന്തിക്ക് പേടിയാവാണ്. അമ്മ അങ്ങനെ ടെൻഷൻ ആവല്ലേ, എന്തെങ്കിലും അത്യാവശ്യമുള്ള ഓപ്പറേഷനോ മറ്റോ ആയിരിക്കും. അമ്മ വിഷമിക്കണ്ട. കേയൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. നല്ല സമയം കഴിയുന്നതിന് മുമ്പ് താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങ് നടത്തണം എന്നുള്ള വെപ്രാളത്തിലാണ് അവരുള്ളത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മഹാലക്ഷ്മിയാണെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹി പറയുന്നുണ്ട്, ഏട്ടത്തി അവനൊരിക്കലും ഏട്ടത്തിക്ക് തന്ന വാക്ക് ഇതുവരെ ധിക്കരിച്ചിട്ടില്ല, അതുകൊണ്ട് അവൻ എന്തായാലും വരും. തന്റെ ഭർത്താവിന്റെ സംസാരം കേട്ടപ്പോൾ മഹാലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ്, അതെ അതെ, ഏട്ടത്തിയുടെ വാക്ക് അവൻ ഒരിക്കലും ധിക്കരിക്കില്ല, പക്ഷേ ഞങ്ങൾ അവനെ കൊണ്ട് ധിക്കരിക്കാൻ വെപ്പിക്കും. എല്ലാവരും ഹരിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ദമയന്തിയും ഗായത്രിയും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് സിന്ധു ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആകെ ഒരു ടെൻഷനോടെ നിൽക്കുന്നത്? മുഹൂർത്തത്തിന്റെ സമയം കഴിയാറായി മോളെ, പക്ഷേ ഹരിക്കുട്ടൻ ഇനിയും എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. അമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഒരു കാലത്തും അമ്മയുടെ വാക്ക് ഡോക്ടർ തട്ടിക്കളയില്ല. എന്തായാലും ഡോക്ടർ വരിക തന്നെ ചെയ്യും. അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ ദമയന്തി പറയുന്നുണ്ട്, ഹരിക്കുട്ടൻ വരുന്ന എനിക്കറിയാം, പക്ഷെ മുഹൂർത്തത്തിന്റെ സമയം കഴിയും മുമ്പ് അവൻ വരണം. ഇന്ന് പൗർണമി ദിവസമാണ്, ഈ മുഹൂർത്തത്തിൽ ചെയ്താൽ വളരെ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ സിന്ധു പറയാണ്, അമ്മ വിചാരിച്ചതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഫംഗ്ഷൻ നടക്കും, ഡോക്ടർ കുറച്ചു നേരം കൊണ്ട് എന്തായാലും വരും, അമ്മ ധൈര്യമായിട്ടിരിക്ക്. അതും പറഞ്ഞിട്ട് സിന്ധു ആകെ ടെൻഷനോട് അകത്തേക്ക് കയറി പോവാണ്. ദമയന്തി അതേ പരിഭ്രമത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. സിന്ധു അകത്ത് ചെന്ന് ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു നോക്കുന്ന സമയത്ത് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൾ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ചുപ്പിയോട് കാര്യം പറയാണ്. ചുപ്പി ഇങ്ങോട്ടേക്ക് വാ. എന്താ സിന്ധു? എന്നിട്ട് അവൾ ചെവിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അത് കേട്ടതും ചുപ്പിയുടെ മുഖത്ത് ആകെ പരിഭ്രമം നിറയാണ്. സിന്ധു, അത് വേണ്ട, എനിക്കെന്തോ പേടിയാവുന്നു. അങ്ങനെ ഒരു പ്രശ്നവും വരില്ല, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സിന്ധു പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും ചുപ്പിയുടെ മുഖത്ത് പേടിയും പരിഭ്രമവും നിറയുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു സിന്ധു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് നീ ഒന്ന് അനുസരിക്ക് ചുപ്പി. ശരി എന്നും പറഞ്ഞിട്ട് സിന്ധു പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചുപ്പി പുറത്തേക്ക് പോവാണ്. സിന്ധു ആണെങ്കിൽ വെപ്രാളത്തോടു കൂടി അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വീണ്ടും കാർത്തികയെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഹരിയുടെ ഏട്ടനാണ്. ഹരി ഫ്രീ ആയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല സർ, അദ്ദേഹം വരാൻ ഇനിയും സമയം എടുക്കുന്നു തന്നെയാണ് റിസപ്ഷനിസ്റ്റ് പറയുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് നിങ്ങളെ വിളിക്കാൻ പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ കോൾ കെട്ടിയാണ്. അപ്പോഴേക്കും ഹരിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട്, ഹരി ഓപ്പറേഷനൊക്കെ നല്ല രീതിക്ക് അവസാനിച്ചോ? നന്നായിട്ട് ചെയ്തു സ്നേഹ. പക്ഷെ സ്നേഹയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നിയപ്പോൾ സ്നേഹ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഇപ്പോ ഹരി പോവാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവനെ ഒന്ന് തടഞ്ഞു നിർത്തുക? ആ സമയത്ത് ഹരി കൃത്യമായിട്ട് പറയാണ്, സ്നേഹ ഞാൻ വീട്ടിലേക്ക് പോവാണ്, എന്റെ ഫോൺ ഇതാ. നിന്റെ ഫോൺ എന്റെ ക്യാബിനിലാണുള്ളത്. ഹരി, പിന്നെ എന്റെ ഡാഡി നിന്നോട് പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങോട്ടേക്ക് പോകാമോ? ഞാൻ നിന്റെ ഫോൺ അപ്പോഴേക്കും എടുത്തിട്ട് വരാം. ഇപ്പോഴാണോ പോവേണ്ടത്? ഇപ്പൊ തന്നെ. ശരി, എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഹരി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ സ്നേഹയാണെങ്കിൽ അവളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചത് മാതിരി നിൽക്കുകയാണ്. സ്നേഹ അപ്പൊ തന്നെ അവളുടെ ഡാഡിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പൊ ഞാൻ ഹരിയെ ഡാഡിയുടെ റൂമിലോട്ടേക്ക് അയച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് വരെ ഹരിയെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഡാഡി അവിടെ തന്നെ നിർത്തണം. ഒരു കാരണവശാലും ഇന്നത്തെ ആ ഒരു ഫംഗ്ഷൻ അവന് വീട്ടിലെത്താൻ വേണ്ടി പാടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഡാഡി കൂടെ നിന്നിട്ട് ചെയ്യണം. ശരി മോളെ, ഞാൻ എന്തായാലും അവൻ ഇവിടെ തന്നെ നിർത്താം. അപ്പോഴേക്കും ഹരി അയാളുടെ ക്യാബിനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അവനെ സ്വീകരിച്ചിരുത്തിയിട്ട് സംസാരിക്കുകയാണ്. പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്നാണ് സ്നേഹ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ yes എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഹരിയും അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. അതേസമയം വീട്ടിലാണെങ്കിൽ ഹരിയെ കാത്തു നിന്നിട്ട് സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോ ദമയന്തിയോട് ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, മുഹൂർത്തത്തിന്റെ സമയം അവസാനിക്കാറായി. അത് കേട്ട സമയത്ത് അവരാകെ ടെൻഷനോടെ നിൽക്കുകയാണ്. എല്ലാവരും അവർക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആകെ നിരാശയായിട്ട് നിൽക്കുകയാണ്. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്
അലങ്കരിച്ചിട്ട് അത് നടക്കാത്തതിന്റെ നിരാശ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം ഈ ഫംഗ്ഷൻ നടത്തുന്നതിൽ അർത്ഥമില്ല. ഒരു നല്ല സമയം നമ്മൾ കുറിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും സിന്ധുവിന്റെ അച്ഛൻ വന്നിട്ട് ദമയന്തിയോട് കാര്യം ചോദിക്കുകയാണ്, ഹരി ഇനിയും വന്നിട്ടില്ലേന്ന്. KN ഇപ്പോഴും ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചതാണ്. പക്ഷേ ഹരിക്കുട്ടൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഉള്ളത്, ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവന് മുഹൂർത്തത്തിന്റെ സമയമാകുമ്പോഴേക്കും എത്താൻ പറ്റാത്തത്. എന്തായാലും അവൻ വരും. അപ്പോ അവരാകെ സങ്കടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് നല്ല നേരം കഴിയുന്നതിന് മുമ്പ് ഫംഗ്ഷൻ നടത്തണം. എല്ലാവരും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോൾ ഭൈരവി ചിന്തിക്കുന്നുണ്ട്, ഹരിക്ക് ഈ താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങിന് താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവൻ വരാത്തത്. ആ സമയത്ത് ഗിരീഷ് ആണെങ്കിൽ ചേച്ചിയോട് പറയാണ്, മുഹൂർത്തത്തിന്റെ സമയം അവസാനിക്കാൻ പോകുന്നത് ആലോചിച്ച് എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ്. എന്ത് രസാ കാണാം. അങ്ങനെ തന്നെ വേണം. ഹരിയെ സ്നേഹ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹരിയെ കൊണ്ട് സിന്ധുവിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു എന്ന് കരുതി അവര് നന്നായിട്ട് ജീവിക്കുന്നതാണോ? ഞാൻ ജീവനുള്ളിടത്തോളം കാലം ഇവരെ രണ്ടുപേരും ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. ഇനി അങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നത് മാത്രമേ ഈ വീട്ടിൽ നടക്കുള്ളൂ. അവരിങ്ങനെ സന്തോഷത്തോടെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് സിന്ധുവിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് ദമയന്തിയോട്, ഇനിയിപ്പോ മുഹൂർത്തത്തിന്റെ സമയം അവസാനിക്കാറായിട്ടാ ഉള്ളത്, ആ സമയം കൊണ്ട് ഹരി വരുമോ? അത് കേട്ടപ്പോ ദമയന്തിക്ക് ആകെ ടെൻഷൻ ആവാണ്. വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇല്ല ഇല്ല ശാരദ, ഇന്നത്തെ ഫംഗ്ഷൻ ഇന്ന് തന്നെ നടക്കും. എന്റെ ഹരിക്കുട്ടൻ വരും, ഹരി എന്തായാലും വരും. നല്ല കാര്യത്തെ നമ്മൾ നീക്കി വെക്കാൻ പാടില്ല ശാരദേ, അവര് വീണ്ടും പറയാണ്. അപ്പോഴും ദമയന്തിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഹരി വരും എന്നുള്ളത്. അപ്പോഴേക്കും പൂവൊക്കെ കെട്ടിക്കോർത്ത് ലക്ഷ്മിയും സഹോദരനും ഒക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് മഹിയോട് പറയുന്നുണ്ട്, വന്നവരൊക്കെ പറയുന്നില്ലേ മുഹൂർത്തത്തിന്റെ സമയം അവസാനിക്കാറായിന്ന്, താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ പോരെ? ലക്ഷ്മി മഹിയോട് ചോദിക്കുന്ന സമയത്ത് മഹി പറയുന്നുണ്ട്, ഇല്ല, ഇന്ന് തന്നെ താലി പിരിച്ചു കോർക്കുന്ന ഫംഗ്ഷൻ നടക്കുക തന്നെ വേണം. ഹരി എന്തായാലും വരും, അവൻ ഏട്ടത്തിക്ക് വാക്ക് കൊടുത്തതാണ്. അയ്യോ, അവൻ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞില്ലേ, ആദ്യം ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഫംഗ്ഷൻ ഒന്ന് അവസാനിപ്പിക്കേ. അപ്പോ ദമയന്തി പറയാണ്, മഹാ, ഇന്ന് തന്നെ ഈ ഫംഗ്ഷൻ നടക്കണം. ഹരി എനിക്ക് തന്ന വാക്ക് എന്തായാലും പാലിക്കും, അവൻ എന്തായാലും വരും. അയ്യോ ഏട്ടത്തി, വരുന്നതാണെങ്കിൽ ഹരിക്കുട്ടൻ വരാനുള്ള സമയം കഴിഞ്ഞില്ലേ, ഇനി അവൻ വരില്ല. അങ്ങനെ പറയല്ലേ ലക്ഷ്മി, അവൻ എന്തായാലും വരും. അയ്യോ, ഈ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് നേരെ പോയി കൂടി വന്ന ആൾക്കാരെടുത്ത് നിന്നിട്ട് ലക്ഷ്മി പറയാണ്, ഹരി ഇന്ന് എന്തായാലും വരില്ല. ഏട്ടത്തി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹരിയുടെ അമ്മയായിട്ടുള്ള ഞാനാണ് പറയുന്നത്. ഈ താലി പിരിച്ചു കോർക്കുന്ന ഫംഗ്ഷൻ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം, മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഇന്ന് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വന്നവർക്കൊക്കെ കൈകൂപ്പിക്കൊണ്ട് പറയുവാണ്. അവരുടെ വാക്ക് കേട്ട് അവിടെ കൂടി നിന്ന് എല്ലാവരും എഴുന്നേക്കുകയാണ് പോവാൻ റെഡിയായിട്ട്. അപ്പോഴേക്കും ചുപ്പി പുറത്തു നിന്ന് അകത്തേക്ക് ഓടിക്കത്തിച്ചുകൊണ്ട് വന്നിട്ട് ദമയന്തിയോട് പറയുന്നുണ്ട്, ദമയന്തി അമ്മേ. എല്ലാവരും അവളെ നോക്കുന്ന സമയത്ത് അവൾ പറയാണ്, ഹരിയേട്ടൻ വന്നു. അത് കേട്ട സമയത്ത് ലക്ഷ്മിയും ഗിരീഷും ഒക്കെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമാണ്. ഹരി മാത്രമല്ല, സ്നേഹ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഓടിക്കതച്ച് വന്ന സമയത്ത് സിന്ധുവിന്റെ മുഖത്തൊക്കെ നല്ല സന്തോഷമാണ്. ഹരി നേരെ പോയിട്ട് ലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ ലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കെന്താ മോനെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് തന്നെയാ ഉള്ളത്. അപ്പോൾ ആ ഹരി പറയുന്നത്, നിങ്ങൾക്ക് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഐഷു ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ എന്ന്. അത് കേട്ട സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോയിട്ട് നിൽക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങൾ ഹരി പറയാണ്. അവൾ സ്നേഹയുടെ അച്ഛനുമായിട്ട് കോൺഫറൻസിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹ ഓടിക്കതച്ച് വന്നത്, ഹരി മഹാലക്ഷ്മി ആന്റിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന്. എന്താ സ്നേഹ നീ പറയുന്നത്? ഇപ്പോഴാണ് ഐഷു ഫോൺ ചെയ്ത് പറഞ്ഞത്. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഹരി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്നേഹയുടെ ഡാഡിയും പറയുന്നുണ്ട്, ഹരി എത്രയും പെട്ടെന്ന് പോയിക്കോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസോ മറ്റോ വേണമെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് അയക്കാം. അത് കേട്ടപ്പോഴാണ് അവർ ഓടിക്കതച്ച് രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മി ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഐഷു പറഞ്ഞു എന്നോ? എന്തൊക്കെയാ ഹരിമോനെ നീ പറയുന്നത്? അതെ ആന്റി, ഐഷുവാണ് അവളുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ആന്റിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞത് സ്നേഹയാണ് പറയുന്നത്. അത് കേട്ട സമയത്ത് സിന്ധു ഒരു കള്ളച്ചിരിയോടെ എന്ന പോലെയാണ് എല്ലാവരും ചുറ്റിലും നോക്കുന്നത്. കാരണം ഇതൊക്കെ സിന്ധുവിന്റെ പരിപാടിയായിരുന്നു. ആ സമയത്ത് സ്നേഹ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഹരിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഐഷു വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ അമ്മ, ഞാൻ ഈ സമയത്തൊന്നും സ്നേഹയെ വിളിച്ചിട്ടേ ഇല്ല അമ്മ. ആരും ഒന്നും പറയാതെ എല്ലാവരും ഇങ്ങനെ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. അപ്പോ ഐഷുവിനോട് മറുപടിയായിട്ട് സ്നേഹ പറയുന്നുണ്ട്, ഐഷു കള്ളം പറയരുത്, നിന്റെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത്, നീയാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. ഏയ്, നിന്റെ ഫോൺ എവിടെയാടി? റൂമിലാ ഉള്ളതമ്മ, പോയിട്ട് എടുത്തിട്ട് വാ. ഐഷു പോയ സമയത്ത് ദമയന്തി വന്നിട്ട് ഹരിയോട് പറയാണ്, ഹരി, മുഹൂർത്തത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് താലി പിരിച്ച് കോർക്കണം, നീ പോയിട്ട് റെഡി ആയിട്ട് വാ.
അത് കേട്ടപ്പോൾ സിന്ധു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷെ ഹരിയുടെ തലയിൽ ഇടുത്തി വീണ പോലെയായിരുന്നു അത് കേട്ടപ്പോൾ. ഇതൊക്കെ സിന്ധുവിന്റെ ഐഡിയ ആണെന്നുള്ള മട്ടില് ഹരി ഇങ്ങനെ വെറുപ്പോടെ അവളെ നോക്കുകയാണ്. പക്ഷെ സിന്ധുവിന്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. സ്നേഹയ്ക്കും മനസ്സിലായി അബദ്ധം പറ്റിയെന്നുള്ളത്. അപ്പോ വല്യമ്മ ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ശരി വല്യമ്മേ, ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അവരോട് മറുത്തൊന്നും പറയാനാവാതെ ഹരി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാന്ന് പറയൂട്ടാ. പിന്നീന്ന് ലക്ഷ്മി വിളിക്കുന്നുണ്ടെങ്കിലും ദമയന്തി അവളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ ലക്ഷ്മി, ഹരി എന്റെ വാക്ക് ധിക്കരിക്കില്ല എന്നും കറക്റ്റ് സമയത്ത് അവൻ വരുമെന്നും. സിന്ധു വല്ലാതെ ചിരിച്ചൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. ഇതൊക്കെ തന്റെ വേലത്തരങ്ങളാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴേക്കും ദമയന്തി കാർത്തികേയനോടും ഡ്രസ്സ് മാറ്റി റെഡിയായിട്ട് വരാൻ വേണ്ടി പറയുകയാണ്. ആ സമയത്ത് ഐഷു ഫോണുമായിട്ട് വന്നിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ, ശരിയാണ്, എന്റെ ഫോണിൽ നിന്നാണ് സ്നേഹയ്ക്ക് കോള് പോയത്. പക്ഷെ സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല അമ്മ. അപ്പൊ രണ്ടുപേരും അവളെ തന്നെ നോക്കുകയാണ്. അപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോണിൽ നിന്ന് നീ വിളിക്കാതെ പിന്നെ ആര് വിളിക്കാനാ? സത്യമായിട്ടും എന്റെ ശബ്ദം തന്നെയാണോ കേട്ടത്? അവള് വീണ്ടും സ്നേഹയോട് ചോദിക്കുന്നുണ്ട്. ആ അതെ, ഇതേ ശബ്ദം തന്നെയാണ് ഞാൻ ഫോണിൽ കൂടെ കേട്ടത്. അപ്പോ ലക്ഷ്മി സങ്കടത്തോടെ പറയാണ്, അയ്യോ, ആരോ കള്ളം പറഞ്ഞിട്ട് നിങ്ങളെ ഇവിടെ എത്തിച്ചതാണ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല സ്നേഹ. കള്ളം പറഞ്ഞിട്ട് ആരായിരിക്കും ഞങ്ങൾ ഇവിടെ എത്തിച്ചത്? സ്നേഹ ചോദിച്ച സമയത്ത് ലക്ഷ്മിയുടെ മുഖം നേരെ പോയത് സിന്ധുവിന്റെ മുഖത്തേക്കാണ്. കാരണം അവൾക്ക് അറിയായിരുന്നു സിന്ധു തന്നെയാണ് ഇങ്ങനെ ഒരു വേലത്തിൽ ഒപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. സിന്ധുവിന്റെ മുഖത്തും നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. എന്നാലും സിന്ധുവിന്റെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അവൾ അല്പം മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഐഷുവിന്റെ ഫോൺ എടുത്തോണ്ട് മുറിയിലേക്ക് പോയതും എന്നിട്ട് ആരും അറിയാതെ ശബ്ദം മാറ്റിയിട്ട് സ്നേഹയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഹലോ സ്നേഹ, ഞാൻ ഐഷു ആണ് സംസാരിക്കുന്നത്. ആ പറയ ഐഷു. അപ്പോൾ ശബ്ദം മാറ്റിയത് കൊണ്ട് സ്നേഹയ്ക്ക് മനസ്സിലായതുമില്ല ഐഷുവിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതും. അപ്പോഴേക്കും അവൾ കരഞ്ഞോട് പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് കേട്ട സമയത്ത് സ്നേഹ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ബോധം പോയി അമ്മയുടെ. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഒന്ന് ഹരിയേട്ടനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാമോ? അവൾ കരയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടാണ് സ്നേഹയോട് പറഞ്ഞത്. പക്ഷേ ഐഷുവാണ് സംസാരിക്കുന്നതെന്ന് കരുതിയിട്ട് സ്നേഹ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അവൾ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു, മഹാലക്ഷ്മിക്കാണ് സംഭവിച്ചത് എന്ന് കരുതിയിട്ട്. എന്തൊക്കെയാ പറയുന്നത് ഐഷു നീ? ആ അതെ സ്നേഹ, ഞങ്ങളൊക്കെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹരിയേട്ടനെയും കൂട്ടിയിട്ട് വരുമോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് ഹരിയും കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹ നേരെ ഹരിയുടെ അടുത്തേക്ക് ഓടിപ്പോയത്. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് സിന്ധു. സിന്ധുവിന്റെ മുഖത്തുള്ള ആ ചിരി കണ്ടപ്പോൾ തന്നെ സ്നേഹയ്ക്കും മനസ്സിലായി അബദ്ധം പറ്റിയത് എവിടെ നിന്നാണെന്നുള്ളത്. അവളും ദേഷ്യത്തോടെ സിന്ധുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.